ഹായ് മക്കളെ, അങ്ങനെ ഞാനിന്ന് റൂമിൽ വെറുതെ കുത്തിരിക്കണാണ്. അപ്പം നൈറ്റിലേക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്താലോ എന്ന് ആലോചിച്ച്. അപ്പം ആലോചിച്ച് എന്താ ഇപ്പം ഉണ്ടാക്കുക. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് മസാല ദോശ ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മസ്ക് മല്ലിയിലയും ബീൻസൊക്കെ കിടക്കണം. അതിൻ്റെ കൂട്ടത്തിലുണ്ട് കിഴങ്ങുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യം. നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു സവോളയാണ്. ഒറ്റയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണ്, അതുകൊണ്ട് ഒരെണ്ണം മതി. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ടാക്കണം, വെറുതെ തന്നെ ആൾക്കാരെ കൊല്ലുന്നത് അല്ലേ. അങ്ങനെ ഞാൻ പാൻ അങ്ങോട്ട് ചൂടാക്കാൻ വെച്ച് അതിലോട്ട് കുറച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്നില്ലേ ആ ഓണിയനും പിന്നെ ഞാൻ ഒരു മുളകും ആഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അതൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഇറക്കണം. പക്ഷെ അതിലൊന്നും ഞാൻ കാത്തുന്നില്ല, എൻ്റെ കിഴങ്ങ് ചേർത്ത് ഉടയാത്തത് കൊണ്ട് ഞാൻ നേരത്തെ ഇട്ടു. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇവിടുത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യണം. ഞാൻ തിരിഞ്ഞപ്പോഴത്തേക്ക് അത് എന്തായാലും നല്ല അട്ടർ ഫ്ലോപ്പായിട്ട് കരിഞ്ഞു പോയി ഗൈസ്. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ. പിന്നെ നമ്മൾ ദോശമാവ് അങ്ങോട്ട് വെച്ചിട്ട് നല്ല റൗണ്ടിന് കൊണ്ട് മുട്ട ദോശ ഉണ്ടാക്കി. ഇതൊക്കെ എന്ത് ആദ്യം തന്നെ നല്ല വീം പിടിച്ചോണ്ടാണ് എൻ്റെ ദോശ അട്ടർ ഫ്ലോപ്പായി ഗൈസ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനിയിപ്പോൾ എന്താ, റൂമിലുള്ളതും കഴിച്ചിട്ട് കയറി കിടന്ന് പറയാം. ഞാൻ പോകുന്നു. ബൈ ബൈ.